ശ്രീ വിനയൻ, വെരി ഗുഡ് മോർണിംഗ്. കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്നെ? ചെറിയ സാങ്കേതിക തടസ്സമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ വിനയന് എന്നെ കേൾക്കാൻ കഴിയുന്നില്ല. ലേബി തുടർന്നോളൂ. ലേബി, കേൾക്കാം. ശ്രീ വിനയൻ, അങ്ങേക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? മോർണിംഗ്. രാവിലെ വിളിച്ചെഴുന്നേപ്പിച്ചൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. അങ്ങ് എഴുന്നേറ്റ് വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു ശബ്ദം കേട്ടപ്പോൾ. രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് താങ്കൾ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു യുക്തികൾ എനിക്കറിയാം, ഒരു ഔചിത്യക്കുറവ് എനിക്കറിയാം. എങ്കിലും ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, ഇത് നമ്മുടെ പണിയായി പോയില്ലേ. ശ്രീവിനയൻ, ഇപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞത് ഈ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സിൽ താനില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ വരുന്ന ഘട്ടത്തിൽ താൻ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശ്രീ വിനയൻ, താങ്കൾ ഈ പുതിയ സംഘടനയെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആ സംഘടനയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനൊരു സംഘടന വരേണ്ട ആവശ്യമുണ്ടോ? ഫെഫ്കയോട് വിയോജിപ്പുള്ള നിരവധി പേർ ചേർന്നൊരു സംഘടന ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താണ് യഥാർത്ഥത്തിൽ താങ്കളുടെ നിലപാട് ഈ വിഷയത്തിൽ? സത്യത്തിൽ അരുൺ, ഈ പുതിയ അവരുടെ അസോസിയേഷന്റെ ഡിസ്കഷനൊന്നും ഞാനുമായിട്ട് നടന്നിട്ടില്ല. എനിക്കിതിനെപ്പറ്റി അറിയുമില്ല. ഞാനിങ്ങനെ വാർത്തകളിൽ കൂടി കണ്ടതാണ്. എന്നെ പലരും ഒത്തിരി പേര് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അത് എന്റെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്നവര്, ഫെഫ്കയിലൊക്കെ ഇപ്പോൾ ഉള്ളവര് അങ്ങനെ എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാന് ഇത് പുതിയ ഒരു സംഘടന, അതായത് ഇവിടുത്തെ തൊഴിലാളികളെയും അതുപോലെ തന്നെ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന വരുന്നത് നല്ലതാണെന്നും, ഈ പണ്ട് ഞാനുണ്ടാക്കിയ ട്രേഡ് യൂണിയൻ അത് ശക്തമായ ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് നിന്നത്. എന്നാൽ അതിന് പകരം വന്ന സംഘടന ഇവരുമായിട്ട് മലയാള സിനിമയിൽ ഈ പ്രൊഡ്യൂസേഴ്സോ അമ്മയുമായിട്ടൊക്കെ ചേർന്നിട്ട് അവർ പറയുന്നതൊക്കെ കേൾക്കുന്ന ഒരു സംഘടനയായിട്ട് മാറിയെന്നു. അതുകൊണ്ടാണ് ഈ അപജയങ്ങളൊക്കെ ഉണ്ടായെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കാരണം പണ്ട് ഞങ്ങളുണ്ടാക്കിയ ട്രേഡ് യൂണിയൻ വളരെ ശക്തമായിരുന്നുകൊണ്ടാണല്ലോ അന്ന് ദിലീപ് ഒരു അഡ്വാൻസ് ഒരു പ്രൊഡ്യൂസറുടെ നിന്ന് മേടിക്കുകയും എന്നിട്ട് എഗ്രിമെന്റ് ഇടുകയും അത് വർഷങ്ങളോളം ചെയ്യാൻ പറ്റില്ല, പിന്നെ ഡയറക്ടറെ മാറ്റാൻ പറഞ്ഞപ്പോൾ സംഘടന ശക്തമായിട്ട് തീരുമാനമെടുത്തു. അപ്പോ അമ്മയും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ശക്തമായിട്ട് ദിലീപിന്റെ കൂടെ നിന്നപ്പോഴും അത് പറ്റില്ല എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ അവർ ആ സംഘടന പൊളിക്കാൻ മുന്നോട്ട് പോയതൊക്കെ ആയിരുന്നല്ലോ അതിന്റെ ചരിത്രം. അപ്പൊ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കുന്ന ഇവരുടെ ഒരു അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഘടന ഉണ്ടാകുന്നത് നല്ലതാണെന്നാണെന്നേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ പിന്നെ ഇവരെയൊക്കെ എനിക്ക് അറിയാവുന്നവരാണ്. ഇപ്പൊ അഞ്ജലി മേനോനാണേലും രാജീവ് രവി ആണേലും ആഷിഖാണേലും ഒക്കെ അറിയാവുന്നവരാണ്. ആരെന്ന് അതൊക്കെ സിനിമാക്കാരാണല്ലോ അവരെല്ലാം. അവരൊക്കെ ഈ പറയുന്ന അറിയപ്പെടുന്ന, അപ്പം ലിജോയുടെ പേരും അതിനകത്ത് കണ്ടു. ഇപ്പൊ ലിജോ മാറിയെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. അതൊക്കെ ഇതിനകത്ത് വലിയ പാടാണ് ഒരു പുതിയ സംഘടന കൊണ്ടുവരാൻ. കാരണം ഒരു പവർ ഗ്രൂപ്പിന്റെ യഥാർത്ഥ മുഖം തെളിയുന്നത് ഒരു പുതിയ സംഘടനയൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴായിരിക്കും. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഒരു ജന്മി കുടിയാൻബന്ധം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ആശ്രിതത്വം ഏറ്റവും കൂടുതലുള്ള ഒരു മേഖലയാണ് സിനിമ എന്നുള്ളത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. അതായത് ആ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ മഹാരാജാവ് എന്ന് പറയുന്നത് ഈ സംവിധായകനാണ്. അപ്പൊ അയാൾ പറയുന്നതാണ് ഒരു പടം പ്ലാൻ ചെയ്യുമ്പം പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ഈ പ്രമുഖ നടനും സൂപ്പർ താരമാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൺട്രോളിലായിരിക്കും. അപ്പം അവരൊക്കെ കൂടി പറയുന്നവർക്ക് ജോലി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു അങ്ങനെയാണല്ലോ ഒരു ഗ്രൂപ്പ് നമ്മൾ അറിയാതെ വന്നു പോണത്. അതായത് ഇപ്പോ അമ്മയിലെ കുറച്ച് പേര്, അതിനകത്ത് അഭിനയിക്കുന്ന പ്രമുഖ നടനും 1-2 പേരും, പിന്നെ ഫെഫ്കയിലെ ഈ പറയുന്ന ഫെഫ്ക എന്ന് പറയുന്ന സംഘടന യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തമായിട്ടൊരു തിരുത്തൽ ശക്തിയായിട്ട് ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റുന്ന സംഘടനയാണ്. പക്ഷേ അതിന്റെ നേതൃത്വം ഇന്നാള് നമ്മൾ കേട്ടല്ലോ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ തന്നെ ഈ പ്രൊഡ്യൂസേഴ്സും അമ്മയുമായിട്ട് ഞങ്ങൾ ഫെഫ്കയുടെ നേതാക്കന്മാർ പോയിരുന്ന മീറ്റിംഗ് നടത്തിയെന്നും നമുക്കൊരു പത്രസമ്മേളനം നടത്തണമെന്ന് നമ്മൾ ചോദിച്ചെന്നും അവർ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചെന്നും പറയുന്ന ഒരു സംഭവം എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച ഒരു ന്യൂസായിരുന്നു അത് കേട്ടപ്പോൾ. അതിന്റെ ആവശ്യമുണ്ടോ? ഏറ്റവും ശക്തമായിട്ട് ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് ഫെഫ്ക എന്ന് പറയുന്ന ടെക്നീഷ്യന്മാരുടെയും തൊഴിലാളികളുടെയും സംഘടന. അതിന്റെ നേതാവ് അവിടെ പോയതൊന്നും ഈ തൊഴിലാളികളൊന്നും അറിഞ്ഞു പോലും കാണില്ല. അതിന്റെ തൊഴിലാളി വിഭാഗമൊക്കെ ഭയങ്കര ബോൾഡാണ്. എനിക്ക് ഞാനായിരുന്നല്ലോ അത് ഉണ്ടാക്കിയ ഒരാള്. ഈ അതേ ബയലോ വെച്ചിട്ടാണല്ലോ ഈ ഫെഫ്ക രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം ആ സംഘടന ഉണ്ടാക്കി വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്
ഇത്രയും പേരെ സംഘടിപ്പിച്ച് ഓരോ ട്രേഡിലും ഉള്ളവരെ കൊണ്ടുവന്ന് അത് പ്രവർത്തിച്ച് 2 വർഷം കൊണ്ടുവന്ന് അതിചല ശക്തമായ നിലപാടെടുത്തതിന്റെ പേരിൽ ഈ പറയുന്ന പിന്നെ ലൈം ലൈറ്റ് നിൽക്കുന്നവരെല്ലാം കൂടി ഒരുമിച്ച് അവിടുത്തെ തൊട്ടാണ് ഈ പവർ ഗ്രൂപ്പിന്റെ തുടക്കം. കാരണം ആ സംഘടന തകർത്തിട്ട് പുതിയ സംഘടന ഉണ്ടാക്കാൻ ഫണ്ട് ചെയ്തു നിർമ്മാതാക്കളാണ്. ആരുടെ അറിയോ? അവരുടെ മിനിറ്റ്സ് എടുത്ത് നോക്കണം. 2008 ഒരു പുതിയ സംഘടന വരുന്നതിന് വലിയ വെല്ലുവിളിയുണ്ട്. വലിയ പ്രതിസന്ധികളിലൂടെ മാത്രമേ അങ്ങനെ ഒരു സംഘടന വരൂ. അങ്ങനൊരു സംഘടന തിരുത്തൽ ശക്തിയായിട്ട് വന്നാൽ ആ സംഘടനയുമായി യോജിച്ച് പ്രവർത്തിക്കുന്നത് അപ്പോൾ തീരുമാനിക്കാം. അതാണോ ശ്രീ വിനയൻ ഇപ്പോൾ തീരുമാനം? അതേ ഉള്ളൂ. ഇവരെന്താണ് ഇവരുടെ ബയലോ, ഇവരെന്താണ് ചിന്തിക്കുന്നത്? ഞാനതിനകത്ത് പ്രധാനമായിട്ടും കണ്ടത് ആ സംഘടനയില് ഈ മേഖലയിലുള്ള ടെക്നീഷ്യന്മാർക്കും ചെറുകിട ടെക്നീഷ്യന്മാർക്കും അത് കണക്ക് തന്നെയുള്ള ഇപ്പം മേക്കപ്പ് അസിസ്റ്റന്റ്, മേക്കപ്പ് മാൻ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ അവസ്ഥ ഇന്ന് മോശമാണത്. അവരൊരു പരാതി പോലും പറഞ്ഞാൽ അത് കേൾക്കാൻ ആളില്ലെന്ന് ഞാനൊക്കെ അറിയുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഒത്തിരി ക്ലിപ്പിംഗ്സും ഒത്തിരി അവരുടെ മനസ്സിലായി. നമ്മൾ തന്നെ അത് സംപ്രേഷണം ചെയ്തു. അതായത് ശ്രീ വിനയൻ, ഫെഫ്കയ്ക്ക് ബദലായ ഒരു തിരുത്തൽ ശക്തി ഒരു സംഘടന വരണമെന്ന് താങ്കളും ആലോചിക്കുന്നു. പുതിയ സംഘടന വരുമ്പോൾ അതിന്റെ ബൈലോ കണ്ടതിന് ശേഷം അതിനോട് യോജിച്ച് പ്രവർത്തിക്കണം വേണ്ടതെന്ന് തീരുമാനമെടുക്കാം, അതല്ലേ? തീർച്ചയായിട്ടും അതെ. ഒരു തിരുത്തൽ ശക്തിയായിട്ട് വരാൻ പറ്റുന്ന അവസ്ഥയിലോട്ട് ഇപ്പോൾ ഉള്ള സംഘടന പോണില്ല. അവര് നിലവിലുള്ള ഈ പറയുന്ന ഒരു ഫ്യൂഡൽ മനസ്ഥിതിയുള്ള എന്ന് ഞാൻ പറയുന്നത് ക്ഷമിക്കണം, അപ്പൊ അത്തരം മനസ്ഥിതിയുള്ള സംഘടനകളുമായിട്ട് ചേർന്ന് മലയാളം ഇൻഡസ്ട്രിയെ ഈ നേതൃത്വങ്ങൾ ഹൈജാക്കി ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് ഉറച്ചു നിൽക്കുകയാണ് ഞാൻ. അതാണ് ഈ കുഴപ്പങ്ങളുടെ എല്ലാം കാരണം. ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല. വ്യക്തമാണ് ശ്രീ വിനയൻ. അതാണ് എന്റെ അഭിപ്രായം. അത്രേ ഉള്ളൂ. താങ്ക് യു ശ്രീ വിനയൻ. ഇനി ഉറങ്ങിക്കോളൂ. താങ്ക് യു. സന്തോഷം. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റായി. ഒന്ന് ആലോചിച്ച് നോക്കുമല്ലേ, നമ്മൾ ഇവരൊക്കെ ഒരുപാട് നേരം ആലോചിക്കുകയും സ്ക്രിപ്റ്റ് ചെയ്യുകയും ഒരുപാട് ബുദ്ധിമുട്ടി രാത്രി ഉറങ്ങാനൊക്കെ കിടന്ന് അതിരാവിലെ നമ്മൾ വിളിച്ചു കൊടുത്ത് താങ്കൾ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷനിലുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് കിളി പോകും അല്ലേ? പക്ഷേ നമുക്ക് ആ ചോദ്യങ്ങൾ ചോദിച്ച മതിയാവും. ഒരു പുതിയ സംഘടന, ഫെഫ്ക പോലൊരു സംഘടനയ്ക്ക് സമാന്തരമായിട്ടൊരു സംഘടന വരിക എന്നുള്ളത് ആവശ്യമാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയും അങ്ങനൊരു സംഘടന വരണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ആണ്. പക്ഷേ നിലവിലുള്ള പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പടരരുത് എന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടിരിക്കുന്നത്. സമയമാവുമ്പോൾ പറയാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ഒരു നോട്ടീസ് പ്രചരിച്ചിരുന്നു. ആഷിഖ് ബോക്ക് പങ്കുവച്ച ആ നോട്ടീസിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നു. അഞ്ജലി മേനോൻ്റെയും രാജീവ് രവിയുടെയും ബിനീഷ് ചന്ദ്രയുടെയും ഈ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെയും പേര് ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി വിട്ടു നിൽക്കാൻ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ സംഘടന ഉണ്ടാകുന്നതിന് മുമ്പ് അടിയാണോ എന്നായിരിക്കും പ്രേക്ഷകർ ആലോചിക്കുന്നത്. അത്